സമയം കളയേണ്ട അനുമോളെ സ്റ്റോർ റൂം വഴി പൊയ്ക്കോളൂ എന്നും പറഞ്ഞിട്ട് അക്ബറിൻ്റെ ഒരു പാട്ട്. ഇവനൊക്കെ എവിടുത്തെ പാട്ടുകാരനാണെന്നോ എന്തോ. ഈശ്വര, ഇവൻ്റെ പാട്ട് കേൾക്കുന്ന ആൾക്കാരെ ആദ്യം ഓടിച്ചിട്ട് അടിക്കണം. സത്യത്തിൽ വെറുത്തു പോവുകയാണ്. ഇത്രയും കമൻറ്റുകൾ ഇവന്മാർക്ക് വരുന്നുണ്ട്. എന്തൊരു നാറിയ കളി കളിക്കുന്നു ഇവനൊക്കെ. അതാണ്ട് ഓരോ ഫോട്ടോ നിങ്ങൾ നോക്കിയേ. ഇത്ര ചീപ്പ് കളി കളിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്ര വൃത്തികെട്ട കളി. ആണുങ്ങളോട് പൊരുതി വിജയിക്കാറുണ്ട്. വലിയ വലിയ കളികളും വലിയ വലിയ മത്സരങ്ങളും ഒക്കെ നമ്മളൊക്കെ കാണുന്നതാണ്. പക്ഷേ ഇത്രയും നാണം കെട്ട നാറിയ കളി ഇവന്മാർ 3 പേരും അല്ലാതെ വേറെ ആരെങ്കിലും അവിടെ കളിക്കുന്നുണ്ടോ? ഇത്ര മാന്യമായിട്ടാണ് അനീഷൊക്കെ നിൽക്കുന്നത്. അനീഷ് റിപ്പീറ്റഡായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ അനീഷിനും മറ്റാർക്കും ഇത്രയും ഒരു ടോർച്ചർ അനീഷ് ചെയ്യുന്നില്ല. അക്ബർ പറയാണ്, ഒറ്റ ശവങ്ങൾ ഇന്ന് ഇവിടോട്ട് വന്നിട്ടില്ല ഹെൽപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. ചപ്പാത്തിയൊന്നും കൂടുതൽ അങ്ങ് പരത്തി അങ്ങ് വലുതാക്കിയൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് പേരിന് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി. വേണമെങ്കിൽ കഴിക്കട്ടെ. 3 കൂടെ നിന്ന് പറയുകയാണ്. ഇവിടുത്തെ എല്ലാ ജോലികളും അവിടെ ഇവിടെയായിട്ട് കിടക്കുകയാണ്. 3 ക്യാപ്റ്റന്മാരാണ് ഇവന്മാർ. എന്നിട്ട് ഇവർ തന്നെ ഒരു പണി ചെയ്യാറില്ല. ആകെ കിച്ചണിൽ കിടന്ന് മേയാന്നല്ലാതെ വേറെ ഒരു കാര്യം ഇവന്മാർ ചെയ്യുന്നില്ല. എന്നിട്ട് ആകെ ഉള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുമോളുടെ തോളയിൽ കയറുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ പറയുന്ന ടോയ്ലറ്റ്, വെസൽ എല്ലാം അങ്ങനെ തന്നെ കിടക്കുകയാണ്. ആരും ഒരു പണി എടുക്കുന്നേ ഇല്ല. ഇപ്പോൾ ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയത് ഇവിടുത്തെ ഒരു വലിയ മെയിൻ ക്യാപ്റ്റനാണ് ഇന്നത്തെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അതേ ക്യാപ്റ്റന്മാർ നിന്ന് വിശകലനം ചെയ്യുകയാണ് ഇവിടെ ഒരു കാര്യങ്ങളും ഇന്ന് കറക്റ്റായിട്ട് നടന്നില്ല. ഇതൊക്കെ ബിഗ് ബോസിന് മനസ്സിലാക്കിക്കൂടെ? അല്ലെങ്കിൽ ഒരു വാണിംഗ് ചെയ്തുകൂടെ? ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ പ്രോപ്പർട്ടി നശിപ്പിച്ചതല്ലേ, ആ ഒരു ബെഡിന് എന്തിനു കൊള്ളാം? അടുപ്പിച്ച് 1 മാസം വെയിലത്തിട്ടാൽ പോലും അത് ഉണങ്ങിയാലും വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അതിനകത്ത്. അപ്പോൾ അമ്മാതിരി പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? ഒരു വാണിംഗ് കൊടുത്തുകൂടെ? അതുമില്ല. പിന്നെ എങ്ങനെ അനുമോൾ പറയാതിരിക്കുന്നത്? ഇവർക്ക് ഇതിനകത്തുള്ള ക്രൂ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. സത്യമല്ലേ അത്? ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം കാണും. ആ കാരണമാണ് ഇന്ന് രാവിലെ അനുമോൾ പറഞ്ഞത്. ഇവരെന്തൊക്കെ വൃത്തികേട് കാണിച്ചാലും ഇവർക്ക് സപ്പോർട്ടാണ് അവിടെ.